ബിവറേജസ് കോർപ്പറേഷൻ പുതിയതായി വിപണിയിൽ എത്തിക്കുന്ന ബ്രാൻഡിയുടെ പേര് നിർദ്ദേശിക്കാൻ മത്സരം നടത്തുന്നത് എക്സൈസ് നിയമങ്ങൾക്ക് വിരുദ്ധമായി. ലഹരി വസ്തുക്കളുടെ പരസ്യം എക്സൈസ് നിയമപ്രകാരം നിരോധിച്ചിരിക്കെ പേര് നിശ്ചയിക്കുന്നതിന് തന്നെ പ്രചാരം നൽകുന്നത് മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. വിവരങ്ങൾ സുധീഷ് ഗോപാൽ നൽകും. സുധീഷ്, എന്താണ് ഇതിന് പിന്നിലുള്ള സർക്കാരിന്റെ അജണ്ടയെന്ന് വളരെ വ്യക്തമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മദ്യവർജനം എന്നാണ് അവരുടെ പ്രഖ്യാപിത നയം. പക്ഷേ അതൊക്കെ വെറും പറച്ചിൽ മാത്രമാണ്. എങ്ങനെയെങ്കിലും കച്ചവടം ഒന്ന് കൊഴുപ്പിക്കണം, ഖജനാവിൽ കുറച്ച് കാശ് ഒപ്പിക്കണം, അത് ധൂർത്തടിച്ച് തീർക്കണം. ആ രീതിയിലേക്കാണ് നമ്മുടെ സർക്കാരിന്റെ പോക്ക് എന്നുള്ളതാണ്. സുധീഷ്, പറയൂ, ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നവരെ. രാഹി, ഇപ്പോൾ ബിവറേജ് കോർപ്പറേഷൻ പുതിയതായി വിപണിയിലെത്തിക്കുന്ന ബ്രാൻഡിയുടെ പ്രചരണത്തിനാണ് ഇത്തരത്തിലൊരു സമ്മാനം, അതിൻ്റെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് സമ്മാനം നേടാനുള്ള ഒരു പ്രചരണം നടത്തുന്നത്. ഇതിലൂടെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ പരമാവധി ജനങ്ങളിലേക്ക് ഈ പുതിയതായി സർക്കാർ ഒരു ബ്രാൻഡ് ഇറക്കുന്നു എന്ന വിവരം എത്തിക്കുകയും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന തീർത്തും അബ്കാരി ആക്ടിന് വിരുദ്ധമായ ഒരു നടപടിയാണ് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനെതിരെയാണ് വ്യാപകമായി പ്രതിഷേധമുയരുന്നത്. ഇത്തരത്തിൽ മദ്യവർജനം നടത്തും, ഘട്ടം ഘട്ടമായി മദ്യവർജനത്തിലൂടെ പൂർണ്ണമായും മദ്യവിൽപ്പന തന്നെ ഒഴിവാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നതാണ് ഇടതുപക്ഷ സർക്കാർ. എന്നാൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ, അടഞ്ഞുകിടന്ന ബാറുകൾ തുറന്നു, പുതിയതായി ബാറുകൾ തുറക്കുന്നു. ഇതിന് പിന്നാലെ ഇത്തരം മദ്യവിൽപ്പനയിലുള്ള പരമാവധി വരുമാനം സർക്കാർ ലക്ഷ്യം വെക്കുന്നു. അതിൻ്റെ ഏറ്റവും പുതിയ ആസൂത്രിത നീക്കമാണ് ഇപ്പം ബിവറേജ് കോർപ്പറേഷൻ നടക്കുന്ന ബ്രാൻഡി. അതിന് പരമാവധി വിൽപ്പന നേടുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രചരണം. അത് തീർത്തും നിയമവിരുദ്ധമാണ്. അതിൻ്റെ ഇത്തരം നീക്കം പൂർണ്ണമായും നിർത്തി ആ പ്രഖ്യാപിച്ച സമ്മാനം പ്രഖ്യാപിച്ച ആ നടപടി തന്നെ പിൻവലിക്കണം എന്ന ഒരു ആവശ്യമാണ് ഉയരുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇതിന് പരമാവധി പ്രചരണം കൊടുത്തുകൊണ്ട് അത് പരമാവധി ലാഭം നേടാനുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇതിന് തടയിടേണ്ട, ഇത്തരം നീക്കങ്ങൾക്ക് തടയിടേണ്ട സർക്കാരും എക്സൈസ് സംവിധാനവും എല്ലാം പോകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ആ പ്രവൃത്തിയിൽ ഇപ്പോഴും അത് പരാതികൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ട് പോലും അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ സർക്കാർ എന്താണോ വാഗ്ദാനം ചെയ്തത്, ജനങ്ങൾക്ക് എന്താണോ ഉറപ്പ് നൽകിയത്, അതിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. എന്ത് വിഷം വിറ്റിട്ടായാലും സർക്കാരിന് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമുക്കറിയാം, കഴിഞ്ഞ ന്യൂ ഇയർ ദിവസം തന്നെ വിറ്റ മദ്യത്തിൻ്റെ കണക്ക്. എന്നാൽ ഈ മദ്യവിൽപ്പനയിലൂടെ ഏതെങ്കിലും ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണകരമായ ഒരു കാര്യവും നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ബിവറേജ് ഔട്ട്ലെറ്റിൽ മദ്യത്തിൻ്റെ വിൽപ്പനയുടെ വരുമാനം കുറഞ്ഞതിന് ജീവനക്കാരെ ശാസിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ എത്ര കണ്ട് മദ്യവിൽപ്പനയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്, അതിൽ ഉദ്യോഗസ്ഥർ എത്രത്തോളം സമ്മർദ്ദം നേരിടുന്നു എന്നതൊക്കെയാണ് വ്യക്തമാവുന്നത്. ഇത്തരത്തിൽ ഏറ്റവും ജനങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ഔട്ട്ലെറ്റുകളെ അത്ര കണ്ട് ജനകീയമാക്കിക്കൊണ്ട് വിൽപ്പന വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ എല്ലാം ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാവുകയാണ് ഈ ബ്രാൻഡിയുടെ വിപണനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ നടത്തുന്ന പ്രചരണം. രാഹി, സുധീഷ് തുടരുക. ഗാന്ധി ദർശനവേദി സംസ്ഥാന വൈസ് ചെയർമാൻ പി ജെ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി ജെ കുര്യൻ, നമ്മുടെ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പിലാക്കി ഈ ബാറൊക്കെ അങ്ങ് പൂട്ടിക്കും, ഇതായിരുന്നു പ്രഖ്യാപനം. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് മദ്യ ഉപഭോഗം കൂട്ടാനുള്ള ഗൂഢ നീക്കങ്ങളാണ്. ബ്രാൻഡിയുടെ പേരൊക്കെ നിർദ്ദേശിക്കാൻ മത്സരമാണ് ഇവിടെ. എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തോട്? ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് തന്നെ ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പിലാക്കും എന്ന് പറഞ്ഞ് ആണ് അധികാരത്തിൽ വരുന്നത്. പക്ഷെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിതീവ്രമായി മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളുമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം ഈ സർക്കാർ ഉത്പാദിപ്പിക്കുന്ന ബ്രാൻഡിക്ക് പ്രത്യേകം പേര് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുക, അതിന് 10,000 രൂപ പാരിതോഷികം കൊടുക്കുക, ഇങ്ങനെയുള്ള നടപടികൾ. അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഈ മദ്യത്തിന്റെ പ്രചരണം, പബ്ലിസിറ്റി പൊതുജനങ്ങളിൽ നടത്തുക എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശം ഉണ്ടെന്ന് മാത്രമല്ല, ഈ ബ്രാൻഡ് കൂടുതലായിട്ട് ആളുകൾ വാങ്ങി കുടിച്ച് ഈ മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളുമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. ഗാന്ധി ദർശനവേദിയുടെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്മാറണം. അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ വളരെ ദോഷകരമായിരിക്കും. നമ്മുടെ ദേശീയമായിട്ടുള്ള പല പ്രശ്നങ്ങളെയും ഇത് ബാധിക്കും. ജനങ്ങളുടെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് സർക്കാർ അതെല്ലാം നോക്കിക്കണ്ട് ഉചിതമായ ഒരു തീരുമാനമെടുക്കണം. ഈ രംഗത്ത് ഈ പ്രചരണത്തിൽ നിന്നും
ഈ പരിപാടിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നുള്ളതാണ് അഭിപ്രായം. ശരി, ഒരുപാട് നന്ദി ശ്രീ പി ജെ കുര്യൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. മദ്യ ഉപഭോഗം വർദ്ധിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നുള്ളതാണ്. ഇടത് സർക്കാർ പറയുന്നത് ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പിലാക്കി ഈ ബാറൊക്കെ പൂട്ടിച്ച് നാട് നന്നാക്കും എന്നൊക്കെയാണ്. പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ അവർ അവരുടെ തനിനിറം കാണിക്കുന്നു എന്നുള്ളതാണ്. സുധീഷ് ഗോപാലിലേക്ക് പോവുകയാണ്. സുധീഷ്, അങ്ങനെ തന്നെ വേണ്ടേ പറയാൻ? കാരണം അവർ പ്രഖ്യാപിക്കുന്നതൊന്ന്, നടപ്പിലാക്കുന്നത് ഒന്ന്. എന്തായാലും അത് പുതുമയുള്ള കാര്യമല്ല പിണറായി സർക്കാരിന്. പക്ഷേ ഈ മദ്യവർജനത്തിൻ്റെ കാര്യത്തിൽ പോലും അവരുടെ കീശ വീർപ്പിക്കാനുള്ള നടത്തുന്ന വെറും നാണം കെട്ട നെറികെട്ട ഒരു നീക്കമായി ഇതിനെ കാണേണ്ടത്. കാരണം ബ്രാൻഡിയുടെ പേര് നിർദ്ദേശിക്കാൻ മത്സരം സംഘടിപ്പിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ചെയ്യാം, അവർക്ക് ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ബ്രാൻഡിയുടെ പേര് നിർദ്ദേശിക്കാനാണ് പൊതുജനങ്ങളോട് പറയുന്നത്. രാഹി, അതുതന്നെയാണ് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടിയിരിക്കുന്നത്. ഇത്തരം ലഹരി ഉപയോഗിച്ച് പുതുതലമുറ അടക്കം വലിയ രീതിയിൽ ഇതിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള ഡി അഡിക്ഷൻ സംവിധാനങ്ങൾ, ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട സർക്കാർ പുതിയ മദ്യം ഇറക്കുന്നു. ആ മദ്യത്തിന് പേര് നിർദ്ദേശിക്കാൻ പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നു, അതിന് സമ്മാനം നൽകുന്നു. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ നയം എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ആ നയം വ്യക്തമാവുമ്പോൾ തന്നെ അവർ പറയുന്ന മദ്യവർജനത്തെക്കുറിച്ചുമാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നത് തന്നെയാണ് ഇതിലെ യാഥാർത്ഥ്യം. ഇത് നമുക്കറിയാം. ഇപ്പം മദ്യവിൽപ്പനശാലകൾ ഒന്നാം പിണറായി സർക്കാർ ഭരണത്തിൽ വരുമ്പോഴുണ്ടായിരുന്നതിൻ്റെ നമുക്കിപ്പം കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ചേരുകയാണ്. ശ്രീ വി എം സുധീരൻ, നമ്മുടെ പിണറായി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ പ്രഖ്യാപനമായി പറഞ്ഞത് ഘട്ടം ഘട്ടമായി മദ്യവർജനം നടപ്പിലാക്കി ഇവിടുത്തെ ബാറൊക്കെ പൂട്ടിച്ചു കളയും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് ബ്രാൻഡിയുടെ പേര് നിർദ്ദേശിക്കാനാണ്, അതിന് മത്സരം സംഘടിപ്പിക്കുകയാണ്. ഇതിന് പിന്നിലുള്ള ഗൂഢ ലക്ഷ്യം എന്താണ് എന്നുള്ളത് പൊതുജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. മദ്യ ഉപഭോഗം കൂട്ടുക, അവരുടെ ഖജനാവിലേക്ക് പണം എത്തിക്കുക, അതിനെ ധൂർത്തടിച്ചു തീർക്കുക, അങ്ങനെ തന്നെ വേണ്ടേ കരുതാൻ? എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തോട്? പിണറായി സർക്കാരിന്റെ മദ്യനയം സംസ്ഥാനത്തെ സർവനാശത്തിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ്, പിണറായി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ നേരത്തെ പറഞ്ഞതുപോലെ മദ്യം ഒരു സാമൂഹ്യ വിപത്താണെന്നും അതിന്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചുകൊണ്ടുവരുന്ന നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ സ്വീകരിക്കുക എന്നുമായിരുന്നു. മദ്യം പോലെ തന്നെ മയക്കുമരുന്നും മഹാവിപത്താണ്, അത് തടയുന്നതിനും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് തികച്ചും വഞ്ചനാപരമായി നിലപാടാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. ഈ പ്രഖ്യാപനം അവർ നടത്തുമ്പോൾ കേരളത്തിൽ കേവലം 29 ബാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അന്ന് നടത്തിയ വാഗ്ദാനങ്ങളെല്ലാം എല്ലാ തരത്തിലും ലംഘിച്ചുകൊണ്ട്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോയി. ഇപ്പോൾ അത് 1000-ലധികം ബാറുകള് ഇപ്പോൾ IT മേഖല ഉൾപ്പെടെയുള്ള മറ്റു തലങ്ങളിലേക്കെല്ലാം വ്യാപിക്കുന്നു. പുതിയ ഡിസ്റ്റിലറി തുടങ്ങാനുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഈ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് വളരെ പരിഹാസ്യമായ നിലയിൽ മദ്യത്തിന്റെ പേര് സജസ്റ്റ് ചെയ്യാനുള്ള മത്സരം തന്നെ സംഘടിപ്പിക്കുന്നത്. ഇത്രമാത്രം ജനങ്ങളോട് അതിക്രൂരമായി ഇടപെടുന്ന, തലമുറകളെ തകർക്കുന്ന, സർവനാശത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്ന ഒരു നിലപാട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എല്ലാ രംഗത്തും പരാജയപ്പെട്ട സർക്കാരാണത്. ആകെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ സർക്കാർ കഴിവ് കാണിച്ചത്, അത് മദ്യവ്യാപനത്തിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഇങ്ങനെ ജനങ്ങളോട് യാതൊരു ഉത്തരവാദിത്തമില്ലാതെ തലമുറകളെ തകർക്കുന്ന രീതിയിൽ മദ്യവും മയക്കുമരുന്നും വ്യാപിപ്പിക്കുന്ന ഈ സർക്കാർ കേരളത്തിനൊരു ശാപമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നന്ദി ശ്രീ വി എം സുധീരൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഘട്ടം ഘട്ടമായി മദ്യവർജനം എന്ന് പറയുന്ന നമ്മുടെ ഇടത് സർക്കാരിൻ്റെ ആസൂത്രിത നീക്കത്തിൻ്റെ
ആ ഒരു മുഖമാണ് പൊതുജനങ്ങൾക്ക് മുന്നിൽ നമ്മൾ തുറന്നു കാണിക്കുന്നത് എന്നുള്ളതാണ്. അവർ പറയുന്നത് മദ്യവർജനമാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. പക്ഷേ ബ്രാൻഡിയുടെ പേര് നിർദ്ദേശിക്കാൻ മത്സരം സംഘടിപ്പിച്ച് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് പിണറായി സർക്കാർ എന്നുള്ളതാണ്. ഇതിന് പിന്നിലുള്ള ആസൂത്രിത നീക്കമെന്ന് പറയുന്നത് മദ്യ ഉപഭോഗം കൂട്ടി എങ്ങനെയെങ്കിലും 10 കാശ് ഖജനാവിൽ ഒപ്പിക്കണം, അതിനെ ധൂർത്തടിച്ച് തീർക്കണം. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം പ്രതികരിച്ച അതിഥികൾക്കും നന്ദി.